മുൻപ് കുടിശ്ശികയായത് വിതരണം ചെയ്യുന്ന രീതിയെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് ഞാൻ ശക്തമായി വിമർശിച്ചിരുന്നു. ക്ഷേമ പെൻഷനുകൾ എന്ന് പറയുന്നത് സാധാരണക്കാരന്റെ അവകാശമാണ്. എല്ലാ മാസവും ഒരു കുടിശ്ശികയുമില്ലാതെ പെൻഷൻ കിട്ടാൻ അവർക്ക് അർഹതയുണ്ട്. ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ 2500 രൂപ പെൻഷൻ കൊടുക്കും എന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന സർക്കാരാണ്. ഇപ്പൊ സർക്കാരിന്റെ കാലാവധി തീരാൻ പോകുന്ന സമയത്തും 1600 രൂപ മാത്രമാണ് നൽകുന്നത്. അതും കുടിശ്ശികയാക്കിയിട്ട് തെരഞ്ഞെടുപ്പ് കാലത്ത് നൽകുന്ന രീതിയെയാണ് ഞാൻ വിമർശിച്ചത്. അതിനെതിരായിട്ട് ഒരുപാട് കോലാഹലമായിരുന്നു. ഇവിടെ എന്റെ വീട്ടിലേക്ക് മാർച്ച്, കോലം കത്തിക്കുക, എന്തെല്ലാം കോലാഹലങ്ങളായിരുന്നു. ഇലക്ഷൻ 19-ാം തീയതി ആയിരുന്നു. 16-ാം തീയതി സർക്കാരിന്റെ ഒരു ഉത്തരവ് പ്രഖ്യാപനം, ധനമന്ത്രിയുടെ പ്രഖ്യാപനം, ഈ മാസത്തെ കുടിശ്ശിക 20-ാം തീയതി മുതൽ വിതരണം ചെയ്യും. കുടിശ്ശിക വിതരണം ചെയ്തതിന് പ്രഖ്യാപനത്തിന്റെ ആവശ്യമില്ല. അതൊരു ഓൺഗോയിങ് പ്രോസസ്സാണ്. അതൊരു സർക്കാർ ഉത്തരവ് വേണമെങ്കിൽ ആ സർക്കാർ ഉത്തരവിലൂടെ കൊടുത്താൽ മതി. അതിനു പകരം ധനമന്ത്രി പത്രക്കുറിപ്പിറക്കി പത്രപ്രവർത്തകരുടെ വാട്സ്ആപ്പ് മെസ്സേജുകളുടെ മെസ്സേജ് നൽകി അദ്ദേഹത്തിന് നേരിട്ട് അദ്ദേഹം തന്നെ 20-ാം തീയതി മുതൽ വിതരണം ചെയ്യും. അതെന്റെ കയ്യിലുണ്ട്. ആ 16-ാം തീയതി പത്ര റിലീസ് ചെയ്യുന്നു. അതിൽ പറഞ്ഞിരിക്കുന്നത് 20 മുതൽ വിതരണം ചെയ്യും എന്നാ പറഞ്ഞു. ഇന്ന് 21-ആയി. ഇപ്പോഴും ഞാൻ ട്രഷറിയിൽ അന്വേഷിച്ചപ്പോൾ ഇന്നും പണം വന്നിട്ടില്ല. തെരഞ്ഞെടുപ്പിനെ ഉപയോഗിക്കാൻ വേണ്ടി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ആ തിരഞ്ഞെടുപ്പ് ദുരുപയോഗം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാത്രമായിരുന്നു 16-ാം തീയതി പ്രഖ്യാപനം. നിലമ്പൂരിലെ വോട്ടർമാരെ സ്വാധീനിക്കാൻ വേണ്ടി പെൻഷൻ വിതരണം ചെയ്യുന്നു പ്രഖ്യാപിച്ചു. ഇപ്പൊ 20 കഴിഞ്ഞ് 21 പെൻഷൻ വിതരണമില്ല. ഞങ്ങളെല്ലാം ഉന്നയിച്ച് ഈ പെൻഷൻ കാര്യം ചർച്ചയാക്കിയതുകൊണ്ട് വലിയ കാര്യമുണ്ടായി. സത്യത്തിൽ എത്രയോ 16ഉം 17ഉം മാസം കുടിശ്ശികയായിട്ടുള്ള അവർക്ക് പോലും ഒരു ഗഡു പെൻഷൻ കൊടുക്കാനുള്ള ഒരു ഉത്തരവ് ഇന്നലെ ഇറക്കി. അത് ക്ഷേമനിധി ബോർഡിന്റെ കുടിശ്ശിക. മറ്റതിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ക്ലാരിറ്റി ഇപ്പോഴും ഇല്ല. ഇത് കബളിപ്പിക്കുന്ന ഗവൺമെന്റ്. ഞാൻ പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണെന്ന് അവരുടെ തന്നെ നടപടിയിലൂടെ വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. ചട്ടം ലംഘിച്ചുകൊണ്ട് നടത്തുന്ന പ്രഖ്യാപനമാണിത്. ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഗൌരവമായി കാണണമെന്നാണ് എനിക്ക് പറയാനായിട്ട്.